ചിലവ് ചുരുക്കൽ എന്ന് അദ്ദേഹം വരികൾക്കിടയിലൂടെ പറഞ്ഞു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രയോഗം ഇപ്പോൾ BJP ഈ കുതന്ത്രത്തിന് മറയിടാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രയോഗം അതാണ്. ഞാൻ വിശദമായ ചരിത്രത്തിലേക്ക് പോകില്ല, സമയപരിമിതി മൂലം. 51 മുതലുള്ള ഇങ്ങോട്ട് 51, 52 തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ആദ്യമൊക്കെ ഒരു 10 കോടി, പിന്നെ അതിനുശേഷം 89 100 കോടി, പിന്നെ 2004 2014 1000 കോടി കവിയുന്നത്, പിന്നെ 2016 ശരിക്കും 3870 കോടി രൂപ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് ചെലവ് വന്നത് 2019 8966 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ 60% എന്തിനാണ് ചെലവഴിച്ചത്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് 15 വർഷം നിൽക്കും. എന്നാൽ ഈ 3 തെരഞ്ഞെടുപ്പ് ഒരുമിച്ചാണ് നടക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? വേറെയും വോട്ടിംഗ് മെഷീൻ ഇതേപോലെ വാങ്ങേണ്ടി വരും. സംസ്ഥാനത്തിന് വേറെ വോട്ടിംഗ് മെഷീൻ വാങ്ങേണ്ടി വരും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വോട്ടിംഗ് മെഷീൻ വാങ്ങേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 60% ചെലവ്, തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് വോട്ടിംഗ് മെഷീൻ ആണെങ്കിൽ 3 തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുമ്പോൾ വമ്പിച്ച ചെലവിലേക്ക് മാറും. മാത്രവുമല്ല, അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണെങ്കിൽ, പഞ്ചായത്ത് കൂടി നടക്കുകയാണെങ്കിൽ 5 വോട്ട് ഒരാൾ ചെയ്യണം, അല്ലെങ്കിൽ 3 വോട്ട് ചെയ്യണം. ഈ 3ഉം 5ഉം 2ഉം വോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് സമയം കൂടും. സമയം കൂടിയാൽ എന്താ സംഭവിക്കുക? സമയം കൂടിയാൽ അതിനനുസരിച്ച് ബൂത്തുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും. ബൂത്തുകളുടെ എണ്ണം കൂട്ടണം, ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടണം. ഇതെല്ലാം ചെലവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക.